വാങ്ങി കോറിക്കാരുടെ കാശും വാങ്ങി AC കാറിൽ ഉലകം ചുറ്റും കാട്ടുകള്ള ചെയർമാനെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം നാഴികയ്ക്ക് 40 വട്ടം ചെയർമാൻ എന്നൊരു കാട്ടുകള്ളനെ AC മെമ്പർ എന്ന് വിളിച്ച് തലയിലേറ്റി നടക്കുന്നവരെ കുട്ടിസഖാക്കളെ വിട്ടികളെ മറുപടിയുണ്ടോ നിങ്ങൾക്ക് നാണോമാനവുമുണ്ടെങ്കിൽ കുട്ടിസഖാക്കളും മൂത്ത സഖാക്കളും കാട്ടുകള്ളൻ ചന്ദ്രനെ നഗരസഭയുടെ ഉള്ളിൽ നിന്നും ചെവിക്ക് പിടിച്ച് പുറത്താക്കൂ കാട്ടുകള്ള പങ്കൻ ചന്ദ്ര. ഇന്ന് വളരെ നിർണായകമായ ഒരു തെളിവുമായി സോഷ്യൽ മീഡിയ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് ഇതിൻ്റെ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു. കാരണം ഭരിക്കുന്നവരുടെ ഉള്ളിൽ തന്നെ ചെയർമാൻ ചെയ്യുന്ന നടപടിക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹം മറ്റൊരാളോട് സംസാരിച്ച അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഒരു കോറിയിൽ നിന്ന് വാങ്ങിയ പണത്തിൻ്റെ കണക്കാണ് അവിടെ പറയുന്നത്. ഇവരെ ഒരു 2016-17 കാലഘട്ടത്തേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുപോകണം. അന്ന് ക്രഷർ വിരുദ്ധ സമര സമിതിയുടെ ചെയർമാനായിരുന്നു ഇന്നത്തെ നഗരസഭാ ചെയർമാൻ എന്നുള്ള ഒരു കാര്യം നമ്മളൊക്കെ ഓർമ്മിക്കണം. ഇപ്പോൾ കോറിയിൽ നിന്ന് 5 ലക്ഷം രൂപ തൂത പൂരാഘോഷ കമ്മിറ്റിക്ക്, പ്രാദേശിക കമ്മിറ്റിക്ക് അവർ ആദ്യം വാങ്ങി. അത് കൂടാതെ വീണ്ടും ഒരു 5 ലക്ഷം രൂപ ചോദിച്ചു. ആ ചോദിച്ച പണം കൈപ്പറ്റിയത് കാരൽമണ്ണ ലോക്കൽ കമ്മിറ്റിയിലെ 2 അംഗങ്ങളാണ്. ഒരാൾ പഴയ പഞ്ചായത്ത് മെമ്പറായിരുന്നു, മറ്റൊരാൾ സന്തോഷ് എന്ന് പറയും, മറ്റേത് കൃഷ്ണദാസുമാണ്. ഇങ്ങനെ 2 ആൾ പോയി 5 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനുശേഷം ചെയർമാൻ നേരിട്ട് പോയി 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്, അത് വാങ്ങാൻ പോവാന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നു ഇവിടെ കോറികൾ വ്യാപകമായി ഉണ്ടാകണം, എല്ലാ കോറിയിൽ നിന്നും ലക്ഷങ്ങൾ ഇങ്ങനെ വാങ്ങി പാർട്ടി ചോദിച്ച പൈസ കൊടുത്ത് ബാക്കി അക്കൗണ്ടിലിട്ട് നമുക്ക് അത്യാവശ്യം കുറേശ്ശെ ചെലവാക്കാമല്ലോ എന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോടാണ് ഇത് പറയുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ ബോധ്യപ്പെടും. പക്ഷേ ചെറുപ്പളശ്ശേരി നഗരസഭയിൽ കോറിക്കെതിരെ, ക്രഷറിനെതിരെ വ്യാപകമായി സമരം ചെയ്ത ഒരു പാർട്ടിയുടെ നേതാക്കള് ഇന്ന് കോറിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പണമായി വാങ്ങുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരൊത്താശയും ചെയ്യാതെ കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞ പ്രകാരം ഡീംഡ് ലൈസൻസ് ആണ് നേരത്തെ ഒരു ക്രഷറിന് അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതി കൊടുത്തത്. ഹൈക്കോടതി പറഞ്ഞിട്ട് കൊടുത്തതിനെതിരെ സമരം ചെയ്ത ആളുകളാണ് ഇന്ന് നഗരസഭ ഭരിക്കുന്നത്. പക്ഷേ ആ നഗരസഭാ ഭരണാധികാരികൾ നേരത്തെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ 3 മാസം ബാക്കിയുള്ളൂ. കത്തുന്ന പെരയിൽ നിന്ന് ഊരുന്ന കൈക്കോൾ ലാഭം എന്ന് പറയുന്നത് പോലെ വ്യാപകമായി പണമുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഈ റോഡിന്റെ പ്രവർത്തനം തന്നെ നമ്മൾ നോക്കണം. ഇപ്പൊ ഏറ്റവും പുതുതായി വന്ന വാർത്ത, ചെർപ്പളശ്ശേരിയിലെ കോറി മാഫിയയെ ചെയർമാൻ മാത്രം വിഴുങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റ് മാർക്സിസ്റ്റ് കൂടി മുണങ്ങിയിട്ടുണ്ട്. അതാ ഇതിന്ന് വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ എല്ലാ ഒത്താശയും ഉണ്ട് എന്ന് ചെയർമാന്റെ വോയിസ് മെസ്സേജിൽ കേൾക്കാനിടയായി. അപ്പൊ ഇതൊക്കെ പാർട്ടി ഒത്താശയോട് കൂടിയല്ലേ നടക്കണേ? മുഷ്ടി ചുരുട്ടി ബഹുമാനപ്പെട്ട ചെയർമാൻ വീട്ടിക്കാട് കോരിക്കെതിരെ നടത്തിയ പോസ്റ്റർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടുണ്ട്. അന്ന് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ നെഞ്ചത്തുകൂടെ വേണം അവിടെ കോരി തുടങ്ങാനെന്ന. ആ കോരിക്ക് റോഡ് പണിയെടുക്കുന്ന തിരക്കിലായി നഗരസഭ ഭരണസമിതി. വലിയ ടോറസ് വണ്ടികൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ റോഡ് പണിയെടുക്കുന്ന തിരക്കിലാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ. മാത്രല്ല ഇതിൽ ഡിവൈഎഫ്ഐക്കാരന് മാറി നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീട്ടിക്കാട് കോരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3.5 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചത്. അല്ലെങ്കിൽ ആ കാരണം എന്താന്ന് വ്യക്താക്കട്ടെ. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഡിവൈഎഫ്ഐയുടെ നേതാവ് CPM അല്ലെ ഡിവൈഎഫ്ഐ നിഷേധിക്കട്ടെ. ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തതാണ് ചെർപ്പുളശ്ശേരിയുടെ വീട്ടിക്കാട് പ്രദേശത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥക്ക് ഭീമമായ ഭയാനകമായ കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന ഈ കോറിക്ക് ഒരിക്കലും പെർമിഷൻ കൊടുക്കരുത് എന്ന് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തവൻ നല്ലൊരു സംഖ്യ കോറിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് പിൻവലിച്ചു. എന്താണ് പിൻവലിക്കാനുള്ളത് കാരണമെന്ന് ഡിവൈഎഫ്ഐ കാരനോ CPM കാരനോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ഇത് ഒട്ടേറെ തവണ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതാണ്. ഇപ്പൊ പുതിയ ആക്ഷേപം എന്താ? ഇപ്പൊ പുതിയ കോരിയും വരിക. പുതിയ കോരി വരുന്നതിൽ പാർട്ടി സഖാക്കളെ പറഞ്ഞയച്ച് ലക്ഷങ്ങളാ വാങ്ങുന്നത്. നമ്മളൊക്കെ ഓരോ വിഷയത്തിന് പണം വാങ്ങുന്നത് സ്വാഭാവിക. അതൊക്കെ നമുക്ക് മനസ്സിലാവും എത്ര പിരിവെടുക്കാന്ന്. ഇവിടെ ഒരു കാര്യത്തിന് ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് പോയാൽ നമ്മൾ എന്താണ് അവൻ്റെ അടുത്ത് സംഭാവന വാങ്ങുക? രാഷ്ട്രീയ പാർട്ടികൾ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഇതൊക്കെ സംഭാവന വാങ്ങിയിട്ട് തന്നെ ചെയ്യുക. പക്ഷേ ഇത് വലിയ ഒരു കൊള്ളസംഘം ഇത്തരം ആളുകളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ലക്ഷങ്ങൾ പിടിച്ചു പറിക്കുന്ന രീതി സ്വന്തം പാർട്ടിയിലുണ്ട് എന്ന് ചെയർമാൻ വോയിസ് മെസ്സേജിലൂടെ സമ്മതിക്കുകയാണ്.